ഹലോ മക്കൾസ്. യെസ്, അപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നമ്മുടെ ബയോളജിയുടെ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഒഫീഷ്യൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇതിന്റെ ആൻസർ കീ എവിടെ കിട്ടും? കമ്മ്യൂണിറ്റി ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മക്കളെ, എല്ലാവരും ഇപ്പം ജോയിൻ ചെയ്ത് വെക്കുക. അവിടെ ഡീറ്റെയിൽഡ് ആൻസർ കീ അവിടെ യെസ്, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് വെക്കാം. നമ്മൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമ്മൾ സയന്റിസ്റ്റുമാരുടെ പേര് കൊടുത്തിട്ടുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്, കോളം 1 കോളം 2 കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചു കൊടുക്കുക, അവരുടെ കോൺട്രിബ്യൂഷൻ നോക്കിയിട്ട് അത്താഴത്തു നിന്ന് ആൻസർ കണ്ടെത്താനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. റെഡി മക്കളെ. തോമസ് മാൽത്തൂസ് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ജനസംഖ്യ കൂടുന്നതിനനുസരിച്ചിട്ട് ആളുകളുടെ എണ്ണം കൂടുമനുസരിച്ച് ഫുഡിന്റെ എണ്ണം കൂടുന്നില്ല എന്ന് പറഞ്ഞു. അത് ക്യൂ ആണ് അല്ലേ. അപ്പോൾ 1 ക്യൂ ആണ്. അടുത്ത എന്താ? ചാൾസ് ഡാർവിൻ ആണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഓൺ ദി ഒറിജിനൽ സ്പീഷീസ് പറഞ്ഞ ബുക്കിലാണ്. അപ്പോൾ 2 R ആണ്. പിന്നെ സ്വാഭാവികമായിട്ട് 3 എന്താടാ? P ആണ്. അപ്പം അങ്ങനെ ഓപ്ഷൻ ഏതാ? യെസ്, 4th ഓപ്ഷൻ ആണ് നമ്മുടെ ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്. റെഡി. അടുത്തത് ശ്രുതി മിസ് പറഞ്ഞു കൊടുക്കും. യെസ്, അപ്പൊ ഇനി വരുന്നത് നമ്മളെ ആദ്യത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ ആ ഒരു ചോദ്യം എന്താണ്? യെസ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസണിങ്. അപ്പൊ ഇത് CBSE പാറ്റേണിലൊക്കെ കണ്ടുവന്നിരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മൾ SSLC-യിലേക്കും വന്നിരിക്കുകയാണ്. യെസ്, അപ്പൊ സ്റ്റേറ്റ്മെന്റ് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? എന്താണ് പ്രസ്താവന തന്നിട്ടുള്ളത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദ റോൺ കോഡ് സീൻ ഇൻ സം കാറ്റിൽ ആൻഡ് ഹോഴ്സസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് കോ ഡോമിനൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺ കോട്ട് കോ ഡോമിനൻസിന് ഒരു ഉദാഹരണമാണ്. നമ്മൾ പഠിച്ചതാണിത് നോൺ മെന്റൽ ഇൻഹെറിറ്റൻസിൽ. അപ്പൊ റീസൺ പറഞ്ഞിരിക്കുന്നത് അലീൽ ഫോർ ദ ഡോമിനന്റ് ട്രേറ്റ് കനോട്ട് കംപ്ലീറ്റ്ലി മാസ് ദ അലീൽ ഫോർ ദ റെസസീവ് ട്രേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് റീസൺ പറഞ്ഞത്? ചില കന്നുകാലികളിലും പ്രകട ഗുണത്തിന്റെ അലീലിന് ഗുപ്ത ഗുണത്തിന്റെ അലീലിന് പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുന്നില്ല. അത് അതിന്റെ കാരണമാണോ? അല്ല, അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ കാരണമാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. കാരണം കോ ഡോമിനൻസ് കാരണമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? റോൺ കോട്ട് ഉണ്ടാവുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷെ നമ്മളെ റീസൺ ഇൻകറക്റ്റ്. യെസ്, അപ്പൊ ഏതാ വരിക? നമ്മളുടെ മൂന്നാമത്തെ ഓപ്ഷൻ. നമ്മളുടെ മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ. യെസ്, പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാകുന്നു. അടുത്ത മക്കളെ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേറ്റഡ് ടു ദ പ്രോസസ് ട്രാൻസ്ക്രിപ്ഷൻ? മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? DNA നിന്ന് mRNA ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഏതാണ് വരിക? mRNA. അതന്നെ. യെസ്, തന്നെ. DNA യിൽ നിന്നും mRNA ഉണ്ടാകും. ഓക്കെ, റെഡി മക്കളെ. നമ്മൾ അടുത്ത ചോദ്യം നോക്കിയാലോടാ. ഇത് ഒരുപാട് മക്കൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ് കേട്ടോ. ഇതിലൊരു ഓപ്ഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യാത്തൊരു ഓപ്ഷനാണ്. മക്കളെ നോക്കുക, ഇതിൽ നിന്നും പ്രൈമേറ്റുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടെത്താനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. പ്രൈമേറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ മനുഷ്യന്മാരത് എന്താണെന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. റെഡി. തമ്പ് വിൽ നോട്ട് ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് മക്കളെ ചെറിയ കൺഫ്യൂഷൻ ആകുന്ന ഭാഗമാണ്. തമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗറിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കില്ല എന്നാണ് പറഞ്ഞത്. ശരി ഉത്തരം എന്താണ് മക്കളെ? നമ്മുടെ ഫിംഗറിന് ഓപ്പോസിറ്റ് ആണ് തമ്പ് വരുന്നത് അല്ലേ. അപ്പോൾ അത് എന്താടാ? അത് തെറ്റാണ്. പിന്നെ എന്താടാ? ബൈനോക്കുലർ വിഷനാണ് മനുഷ്യന്മാർക്കുള്ളത്. ശരിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് ജീവിക്കാറുള്ളത്, അതും ശരിയാണ്. അപ്പോൾ എന്താണ് മക്കളെ? P തെറ്റും QR ശരിയുമാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? QR QR ശരി. യെസ് മക്കളെ, ഓപ്ഷൻ 2 ആണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. QR ആണ് ശരി എന്ന് പറഞ്ഞത്. നമ്മൾ ഒരുപാട് ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത് കേട്ടോ. റെഡി. അടുത്ത എന്താ മക്കളെ? നമ്മുടെ മെന്റീലിയൻ ഇൻഹെറിറ്റൻസ് എന്നുള്ള ചോദ്യമാണ്. യെസ്, അപ്പൊ നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഇല്ലസ്ട്രേഷൻ ആണ് അല്ലേ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താ നോക്കിയാൽ ടോൾ ആൻഡ് റൗണ്ട് സീഡ് തന്നിട്ടുണ്ട്, ഡോർഫ് ആൻഡ് റിങ്കിൾഡ് സീഡ് തന്നിട്ടുണ്ട്. അതായത് ഉയരം കൂടിയ ഉരുണ്ട വിത്തും അതേപോലെ ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തും തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ നമുക്കറിയാം എന്താണ്? ഉയരം കൂടിയത് ക്യാപിറ്റൽ ആർ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് എന്തായിരിക്കും? സ്മോൾ ആർ ആയിരിക്കും. അപ്പൊ ഇവരുടെ ഗാമീറ്റുകൾ എങ്ങനെയാ വരിക? ആദ്യത്തെ ആളെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ? ആകെ ഉള്ളത് T-യും പിന്നെ ഉള്ളത് R ആണ്. അപ്പൊ ഗാമീറ്റിൽ എന്തേ വരുള്ളൂ? അവർക്ക് ആകെ അതല്ലേ കയ്യിലുള്ളൂ. അപ്പൊ ഇത് കൊടുക്കാൻ എന്തേ പറ്റുള്ളൂ? അതന്നെ പറ്റുള്ളൂ. അപ്പൊ ഗാമീറ്റുകൾ അഥവാ ബീജകോശങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും വട്ടമിട്ട് എഴുതി വെക്കണം. ഓക്കെ, അതാണ് അതിന്റെ രീതി. ഇനി എന്താ? കംപ്ലീറ്റ് A and B നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് F1 പ്ലാന്റ് അല്ലെ? നമ്മളുടെ 1ാം തലമുറയിലുള്ള F1 പ്ലാന്റിന്റെ സ്വഭാവങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവരെന്തായിട്ടാ കാണുക? നമുക്ക് ടോൾ റൗണ്ട് ആയിട്ടാണ് കാണുക. അഥവാ ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ളവരായിട്ടാണ് എന്ത് ചെയ്യുക? നമുക്ക് ഇവരെല്ലാവരെയും കാണുക. കാരണം എന്താണ്? നമ്മുടെ ഡോമിനന്റ് ആയിട്ടുള്ള അഥവാ പ്രകട ഗുണങ്ങളാണ് അവിടെ നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഓർ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. നമ്മുടെ 1ാമത്തെ പാഠത്തിലുള്ള ചോദ്യമാണ്. യെസ്, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഈ ഒരു ഫിഗർ നോക്കുക, എന്നിട്ട് അതിന് എന്ത് ചെയ്യുക? ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഫിഗർ. അപ്പൊ ഐഡന്റിഫൈ ആൻഡ് നെയിം ദ RNAs X and Y എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ X എന്ന് പറയുന്നത് ആരാ? നമുക്ക് അവിടെ റൈബോസോം ആണ് കാണുന്നത് അല്ലെ. അപ്പൊ അത് ആരാണ്? rRNA അഥവാ റൈബോസോമൽ RNA ആണ്. ഇനി ഇതിനെ കാണുമ്പോൾ ഒരു T പോലെ തോന്നില്ലേ? അപ്പൊ അതാരാണ്?
ഓക്കെ, ഏതാണ് tRNA. അപ്പൊ നമ്മളോട് ഇതിന്റെ ഫംഗ്ഷൻ സോറി ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഈ പറയുന്ന tRNA കൊണ്ടുപോയി അമിനോ ആസിഡ് കൊണ്ടു കൊടുക്കും, പിന്നെ നമ്മൾ mRNA കൊണ്ടുപോയിട്ട് മെസ്സേജ് കൊണ്ടു കൊടുക്കും. അപ്പൊ ഇത് രണ്ടും കൂടി ഒക്കെ നോക്കിയിട്ട് പ്രോട്ടീനെ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കുക. അതാണ് ആര് നമ്മളെ mRNAയുടെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ tRNA നോക്കുകയാണെങ്കിൽ എന്താണ്, കഷ്ടപ്പെട്ട് അവിടുന്ന് നമ്മുടെ സൈറ്റോപ്ലാസ്മൊക്കെ നമ്മളെ അമിനോ ആസിഡുകളെ പെറുക്കിയെടുത്തിട്ട് എവിടെ കൊണ്ട് കൊടുക്കുക, നമ്മുടെ റൈബോസോമിൽ കൊണ്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ RNA എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡിന് എത്തിച്ചു കൊടുക്കുന്ന ആള്, അത് tRNA അല്ലേ? tRNA RNA എന്ന് പറയുമ്പോ എന്താ പറഞ്ഞു കൊടുക്കേ? RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആള്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ്. ഇവിടെ ചോദ്യം എവിടെ, എനിക്ക് ഉത്തരം പറയാൻ മുട്ടുക. റെഡി മക്കളെ, നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് ന്യൂറോണിന്റെ ഭാഗത്തു നിന്ന ചോദ്യമാണ്. സ്റ്റിമുലേഷൻ ചെയ്യാത്ത സമയത്ത് ഉള്ളൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, നമ്മുടെയൊക്കെ ന്യൂറോണിൻ്റെയും നെർവ് സെല്ലിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോദിക്കുകയാണ്, സ്റ്റിമുലേഷൻ ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്? മക്കളെ മനസ്സിലാക്കുക, നമ്മൾ ഏതൊരു ഭാഗത്ത് സ്റ്റിമുലേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് മാത്രം എന്ത് ചെയ്യുന്നു, ചാർജുകൾ ഒപ്പോസിറ്റ് ആകുന്നു അല്ലേ? ഉള്ളിൽ പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ആകുന്നു. വളരെ സിമ്പിളായിട്ട് വെൻ സ്റ്റിമുലേറ്റഡ് ചാർജസ് ഒപ്പോസിറ്റ്സ് എന്ന് കൊടുത്താൽ മതി, ചാർജുകൾ വിപരീതമാകുന്നു എന്ന് കൊടുത്താൽ മതി. രണ്ടാമത്തെ ചോദ്യം എന്താണ്, ഹൗ ഡസ് ദി ചേഞ്ച് റിസൾട്ട് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്? ഇങ്ങനെ മാറ്റം വന്ന ആൾക്കാർ ഇതിനെ എങ്ങനെയാണ് പ്രേഷണത്തിന് സഹായിക്കുന്നത്, ട്രാൻസ്മിഷനെ സഹായിക്കണമെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, മാറ്റം വന്ന ആളുകളെ തൊട്ടടുത്ത ആളുകളെ മാറ്റുകയും അതിങ്ങനെ ട്രാൻസ്മിഷനിലോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് സിമ്പിളായിട്ട് എഴുതി കൊടുത്താൽ മതി. വളരെ റിസ്ക് ഉള്ള സാധനമല്ല, പക്ഷെ അത് കാണുമ്പോൾ ഭയങ്കര ഗതികേട് എന്ന കുട്ടികൾ അറിയാതെ തോന്നി പോകുന്ന ഒരു ഭാഗമാണ്. റെഡി മക്കളെ, ഏഴാമത്തെ ചോദ്യം നമ്മുടെ ഡാർവിനിസത്തിനുള്ള ചോദ്യമാണ്. ഗാലപ്പഗോസ് ഐലൻഡിലെ കുറച്ച് കുരുവികളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താടാ, ഇവിടെ മലയാളം എവിടെ? ഗാലപ്പഗോസ് ദ്വീപിലെ കുരുവികളുടെ കൊക്കിന്റെ വൈവിധ്യം അവിടെ നിലനിൽപ്പിന് കാരണമായി എന്ന് ഡാർവിൻ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കൊക്കിന്റെ വൈവിധ്യത്തിന്റെ കാരണം എന്താണെന്ന് നമുക്ക് വിശദീകരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ അതിജീവനവും പ്രത്യുൽപാദനവും എങ്ങനെയാണ് വന്നതെന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, വിശദീകരിച്ചു കൊടുക്കണം. എൻ്റെ മക്കൾക്ക് അറിയാം കൊക്കിന്റെ വൈവിധ്യത്തിന് കാരണം എന്താടാ, യെസ്, അവർക്ക് കിട്ടുന്ന ഫുഡിന്റെ അവൈലബിലിറ്റി, ഭക്ഷണത്തിന്റെ ലഭ്യതയൊക്കെ അനുസരിച്ച് അവരുടെ കൊക്കിന് മാറ്റം വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ മാറ്റം വന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, പ്രത്യുൽപാദനം നടത്തുകയും അവർ അതിജീവിക്കുകയും പ്രത്യുൽപാദനം നടത്തുകയും ചെയ്തു അല്ലേ, സർവൈവ് ചെയ്യുകയും അവർ റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളൊരു പോയിന്റാണ് നിങ്ങൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. റെഡി, അടുത്തത് എന്താ, അതിൽ ബി ക്വസ്റ്റ്യൻ. ഏതാ പാറ്റേൺ കേട്ടോ, ഈ ഓപ്ഷൻ വരുമ്പോഴും അത് ഒരേ ചാപ്റ്ററിനാ വരുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല, അതൊന്നും നടക്കൂല. പുതിയ പാറ്റേൺ, കിടിലം പാറ്റേൺ. റെഡി മക്കളെ, രണ്ടാമത് ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിട്ടുള്ളത്, നമ്മുടെ ഡാർവിനിസവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താടാ, ആൾദോ ഡാർവിൻസ് തിയറി നാച്ചുറൽ സെലക്ഷൻ ക്രിട്ടിസൈസ്ഡ് അല്ലേ, നമ്മുടെ നാച്ചുറൽ സെലക്ഷൻ തിയറി ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രശ്നം എന്തായിരുന്നടാ, അതിൽ വേരിയേഷനെ പറ്റി പറയുന്നില്ല, വ്യതിയാനങ്ങളെ പറ്റി പറയുന്നില്ല. അതുപോലെ തന്നെ എങ്ങനെ അത് പാരമ്പര്യ പ്രേഷണം നടക്കുന്നു, അഥവാ എങ്ങനെ ഇൻഹെറിറ്റൻസ് നടക്കുന്നു എന്നുള്ളത് ഡാർവിനിസത്തിൽ പറയുന്നില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടാ, നിയോ ഡാർവിനിസം കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊരു ഓപ്ഷൻ, ഒരു ഉത്തരം നിങ്ങളുടെ ഉത്തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. റെഡി, യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നിന്നാണ്. ദ ജനറ്റിക് സ്ട്രക്ചർ ഓഫ് എ പേഴ്സൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എന്തായാലും ജനിതക ഘടന തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താ തന്നിരിക്കുന്നത്, 44 + XX ആണ്. അപ്പോൾ അതിൽ എന്താണ് ഈ 44, എന്താണ് XX? നമുക്കറിയാം, എന്താ പറയുക, സ്വരൂപ ക്രോമോസോമുകൾ അഥവാ നമ്മുടെ സൊമാറ്റിക് ക്രോമോസോംസ് ആണ് 44 എന്ന് പറയുന്നത്. ഈ XX എന്ന് പറഞ്ഞാൽ ലിംഗനിർണ്ണയ ക്രോമോസോമുകൾ അഥവാ നമ്മുടെ സെക്സ് ക്രോമോസോം ആണ്. ഇനി ഇസ് ദ പേഴ്സൺ വിത്ത് ദിസ് ജനറ്റിക് സ്ട്രക്ചർ മെയിൽ ഓർ ഫീമെയിൽ? ഈ ജനിതക ഘടനയുള്ള ആള് ഒരു എന്താ പറയാ, പുരുഷനാണോ സ്ത്രീയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ XX എന്ന് വരുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് എന്താണ്, ഒരു ഫീമെയിൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മെയിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വന്നേനെ, XY എന്ന് വന്നേനെ. ഓക്കെ, റെഡി മക്കളെ, നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യമാണ്. ഒമ്പതാമത്തെ ചോദ്യം എന്താടാ, അമിതോൽപാദനം എന്ന് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഡാർവിനിസത്തിന് ചോദ്യമുണ്ട്, 2-3 ചോദ്യങ്ങൾ ഡാർവിനിസത്തിൽ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഡാർവിനിസം അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അമിതോൽപാദനം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും അവസാനം എന്താടാ, നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഡാർവിനിസത്തിൻ്റെ പോയിന്റുകളിൽ പെട്ടതാണ്. ചോദിച്ചിട്ടുള്ള എന്താ, ഇവിടെ പരാമർശിച്ചിട്ടുള്ള എവല്യൂഷൻ തിയറി ഏതാന്നുള്ളത് എൻ്റെ മക്കൾക്ക് അറിയാം. അത് ഏതാടാ, നാച്ചുറൽ സെലക്ഷൻ തിയറി ആകുന്നു, അല്ലെങ്കിൽ ഡാർവിനിസം ആകുന്നു. റെഡി, ഇതാരാ പ്രപ്പോസ് ചെയ്തൊരു ചോദ്യം. അപ്പോൾ ഇത് എന്ത് കുട്ടികളെ കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഡാർവിനിസം ആരാ പ്രപ്പോസ് ചെയ്തത്? ഡാർവിൻ ശ്രുതിസം പറഞ്ഞ കുറെ കാലം കഴിഞ്ഞാലേ അത് ആരായിരിക്കും, അത് ശ്രുതി ആയിരിക്കും. ഓഫ് കോഴ്സ്, നോ പ്രോബ്ലം. ഇതിനെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നും പറഞ്ഞൂടെ? റെഡി, പ്രകൃതി നാച്ചുറൽ സെലക്ഷൻ തിയറി, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. റെഡി,
ഇടക്കിടക്ക് പോകുന്നുണ്ട്. ശ്രദ്ധിക്കണം. കല്യാണം കഴിഞ്ഞതിന് ശേഷം മക്കളെ ഇടക്കിടക്ക് ദിവാസ്വപ്നൊക്കെ ഉണ്ട്. പോട്ടെ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വേരിയേഷൻ ഇൻ ദ സിറ്റുവേഷൻ സീൻ ഇൻ ദ ഇല്ലുസ്ട്രേഷൻ? ഇവിടെ വേരിയേഷൻ വരുന്നതിൻ്റെ വ്യതിയാനങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് മക്കളെ. മനസ്സിലാക്കുക, വേരിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് തലമുറ കൈമാറി പോവുകയുള്ളൂ. അല്ലെങ്കിൽ മുഞ്ചിത് സാറെ പോലെ തന്നെ ഇരുന്നേനെ, ശ്രുതിമിസിന്റെ കുട്ടി ശ്രുതിമിസിനെ പോലെ തന്നെ ഇരുന്നേനെ. അങ്ങനെ പറ്റൂല. വേരിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരികയും പിന്നീട് അത് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറുകയുള്ളൂ. അഥവാ വേരിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് നടക്കുള്ളൂ, എവല്യൂഷൻ സംഭവിക്കുള്ളൂ, അഥവാ പരിണാമം സംഭവിക്കുള്ളൂ. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ വരട്ടെ. എവിടെ ഇത് ശ്രുതി മിസ്സിനുള്ള ചോദ്യം. ശ്രുതി മിസ് എൻജോയ് ചെയ്യും. ജീവപരിണാമം. ഓക്കെ, ഡൗട്ട് വാ. ജീവപരിണാമവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ശാസ്ത്രലേഖനത്തിൽ ഒരു ചെറു ഭാഗം കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിട്ടുള്ളത്? റാൻഡം ചേഞ്ചസ് ഇൻ ജീൻസ് ദാറ്റ് ആർ പാസ്ഡ് ഡൗൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഹാവ് മേജർ ഇമ്പാക്ട് ഓൺ ദി എവല്യൂഷൻ ഓഫ് ലൈഫ്. നമ്മൾ പരിണാമത്തിൽ നമ്മുടെ ജനറ്റികമായിട്ടുള്ള മാറ്റങ്ങളിൽ എന്തൊക്കെയോ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചത് എന്താടാ, ശാസ്ത്രലേഖനത്തിൽ പരാമർശിച്ചുള്ള ജനിതക പ്രക്രിയ ഏതാണ് മിസ്സേ? അത് മ്യൂട്ടേഷൻ അല്ലേ? അത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മളുടെ. ഒന്നാമത്തെ പാഠം എന്താണ്? അത് മ്യൂട്ടേഷൻ ആണ്. ഇത് ചോദിച്ചത് എന്താ, നമ്മളെ ഒന്നാം പാഠവും രണ്ടാം പാഠവും ക്ലബ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ പുതിയ പാറ്റേൺ വീണ്ടും ഓർമ്മിപ്പിക്കാണ്, പ്രശ്നക്കാരനാണ്. ഡീറ്റെയിൽഡ് ആൻസർക്ക് മക്കളെ കമ്മ്യൂണിറ്റിയിൽ കിട്ടും കേട്ടോ. ഇവിടെ ഫുൾ എഴുതാൻ നിന്നാല് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും, അയ്യോ ഇങ്ങനെ ഒരു സാധനം രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇല്ലല്ലോ, അല്ലെ പരിണാമത്തെ നമ്മൾ പഠിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിച്ച് ഉത്തരം എഴുതണം. അതെന്താണ് മക്കളെ? അത് മ്യൂട്ടേഷൻ ആണല്ലേ. റെഡി. എവിടെ എഴുതുമ്പോൾ ഇതേപോലെ മ്യൂട്ടേഷൻ മലയാളത്തിൽ മ്യൂട്ടേഷൻ തന്നെ. ഉൾപരിവർത്തനം കഴിഞ്ഞ മ്യൂട്ടേഷൻ തന്നെയാണ്. റെഡി. പിന്നെ എന്താ മക്കളെ കൊടുത്തിട്ടുള്ളത്? ശാസ്ത്രലേഖനത്തിൽ ഈ പ്രക്രിയ ജീവപരിണാമത്തെ സ്വാധീനിക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, വ്യതിയാനങ്ങൾ അഥവാ വേരിയേഷൻസ് ഉണ്ടാവുന്നത്. പിന്നീട് അത് എവല്യൂഷൻ പരിണാമത്തിന് കാരണമാകുന്നു. ഈ പ്രക്രിയ നയിക്കുന്ന ഏത് രണ്ട് കാരണങ്ങൾ എഴുതുക. നമ്മൾ പാഠത്തിന്റെ അവസാനം പഠിക്കുന്നുണ്ട്. എക്സ്റേ കാരണങ്ങൾ, ക്രോസിംഗ് ഓവർ ആൻഡ് അത് വേരിയേഷൻസിനുള്ള കാരണങ്ങളാണ്. ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുന്ന എറർ, നമ്മുടെ DNA റെപ്ലിക്കേഷന്റെ സമയത്ത് ഉണ്ടാകുന്ന എറർ. അതേപോലെ തന്നെ എന്താണ് നമ്മളെ എക്സ്റേസ്, അതേപോലെ UV റേസ്, ഇതൊക്കെ പ്രശ്നമാണ്. അല്ലെ ഏതെങ്കിലും കെമിക്കൽസിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആവുക, അതൊക്കെ ഇതിൽ വരും. കുറെ നേരം ഫോൺ കളിച്ച പ്രശ്നം ഉണ്ടാവും. ഫോണിൽ എന്തോ അറിയാം, പ്രശ്നമില്ല അല്ലെ. റെഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരട്ടെ. പ്രശ്നമില്ലാന്ന് പറഞ്ഞു കൊടുക്കരുത്. നാളെ മുതൽ മുഞ്ചിത് സാർ പറഞ്ഞു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിരിക്കും. ഓക്കെ, അടുത്ത ഏതാണ് നമുക്ക് നോക്കാനുള്ളത്? ഗിവ് ദ റീസൺ വൈ ക്രോമോസോം ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ എംബ്രിയോ. അപ്പൊ നമ്മളുടെ പുരുഷ ഭ്രൂണം ഉണ്ടാവാൻ വേണ്ടി വൈ ക്രോമോസോമുകളാണ് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. വെൻ ടോൾ പ്ലാന്റ്സ് വിത്ത് റെഡ് ഫ്ലവേഴ്സ് ആർ ക്രോസ് വിത്ത് ഷോർട്ട് പ്ലാന്റ്സ് വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ, ചില ആൾക്കാർ ടോൾ ആൻഡ് വൈറ്റ് ആയിരിക്കും എന്നാ പറയുന്നത്. അപ്പൊ ഇതിന് റീസൺ കൊടുക്കാനാ പറഞ്ഞത്. അപ്പൊ വൈ ക്രോമോസോം ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ എംബ്രിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈയിലാണ് നമുക്ക് SRY എന്ന് പറയുന്ന ജീൻ ഉള്ളത് അല്ലെ. അപ്പൊ ആ ജീനാണ് വൃഷണങ്ങളുടെ അഥവാ ടെസ്റ്റിസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇനി ഇത് അടുത്ത നോക്കിയോ. റെഡ് ഫ്ലവേഴ്സിനെ നമ്മൾ വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോൾ ആൻഡ് വൈറ്റ് നമുക്ക് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിച്ചത് നോക്കിയേ. പാരന്റ് പ്ലാന്റ് എടുത്തത് ടോളും റെഡും, ഉയരം കൂടിയതും ചുവപ്പ് നിറമാണ് എടുത്തത്. പിന്നെ അടുത്ത പാരന്റ് ഷോർട്ട് പ്ലാന്റ് വിത്ത് വൈറ്റ് ആണ് എടുത്തത്. അപ്പൊ ഇത് രണ്ടും അല്ലാത്ത പുതിയൊരു കോമ്പിനേഷൻ ആണ് എന്ത്? ടോൾ വിത്ത് വൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ എന്താണ് ചെയ്തിട്ടുണ്ടാവുക? ഡൈ ഹൈബ്രിഡ് ക്രോസിന്റെ F2 ജനറേഷനിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പുതിയ കോമ്പിനേഷൻ നമുക്ക് കാണാം അല്ലെ. അതെന്തുകൊണ്ടാണ്? കാരണം രണ്ട് വ്യത്യസ്ത സവിശേഷതകളെ അഥവാ ട്രേറ്റുകളെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന നമ്മളുടെ ജീനുകൾ എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ട്, സ്വതന്ത്രമായിട്ടാണ് അടുത്ത ജനറേഷനിലേക്ക് അഥവാ അടുത്ത തലമുറയിലേക്ക് പോകുന്നത്. അതാണ് അവിടെ എഴുതേണ്ടത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അതും വീണ്ടും നമ്മൾ തന്നെ. ഇനി അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളുടെ പ്രസ്താവനകൾ എന്ത് ചെയ്യാ, നമ്മൾ നോക്കിയിട്ട് അതിനുള്ള ഉത്തരം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ പ്രസ്താവന എന്താണ്? ഇൻ ഹ്യൂമൻ ഡിഫറെന്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് ലൈക്ക് ABO ആർ സീൻ. നമ്മളുടെ മനുഷ്യനിൽ ABO എന്നിങ്ങനെ വ്യത്യസ്ത രക്തഗ്രൂപ്പുകൾ. പോസിറ്റീവ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ദി ഡിഫറൻസ് ഇൻ സ്കിൻ കളർ ഇസ് നോട്ട് ഡ്യൂ ടു റേസ് ബട്ട് ഡ്യൂ ടു ജെനറ്റിക്സ്. നമ്മളുടെ ജനിതക ഘടന കൊണ്ടാണ്, അങ്ങനെയുള്ള ജനിതകപരമാണ് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്കിവിടെ നോക്കി ഐഡന്റിഫൈ ദ ജെനറ്റിക് ഫിനോമിന. ഈ ഒരു എന്താ പറയാ നമ്മളുടെ പ്രതിഭാസങ്ങൾ ഏതാണ് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ നോക്കിയോ. ബ്ലഡ് ഗ്രൂപ്പ് 3 അലീലുകൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ? വെരി ഗുഡ്, മൾട്ടിപ്പിൾ അലീലിസം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ അതെന്താണ്? സ്കിൻ കളറിന് ഒരുപാട് ജീനുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ത്വക്കിന്റെ നിറത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്.
Ranjit sir, you are amazing. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ദീസ് ഫിനോമിന. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് നമ്മുടെ ഹ്യൂമൻസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ IA, അതേപോലെ IB, പിന്നെ സ്മോൾ I. ഓക്കെ, ഇങ്ങനെ 3 അലീലുകളാണല്ലോ. സാധാരണ നമുക്ക് 2 അലീലുകളാണ് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ 2ൽ കൂടുതൽ വരുന്നുണ്ട്, വി കോൾ ഇറ്റ് മൾട്ടിപ്പിൾ അലീലിസം. മറ്റേതാണെങ്കിലോ നമ്മുടെ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത് മെലാനിൻ ആണ്, വർണ്ണവസ്തു. അപ്പൊ അതിനെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുടെ ഒരുപാട് ജീനുകൾ ഒന്നിച്ചാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. വീണ്ടും or question. The topic of the seminar is genetics, the blueprint of life. അപ്പോൾ നമ്മൾ സെമിനാർ ടോപ്പിക് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, പാരമ്പര്യവും വ്യതിയാനവും. ഇനി അടുത്ത ജീനും അലീലും, പിന്നെ ഫീനോടൈപ്പും ജീനോടൈപ്പും, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പാരമ്പര്യം. നമ്മുടെ പേരൻസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കൈമാറ്റം ചെയ്ത് വരുന്ന സവിശേഷതകളെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുക. ഇനി അതല്ലാതെ നമുക്ക് മാത്രമുള്ള, അതായത് പേരൻസിന്റെ കയ്യിൽ ഇല്ലാത്ത ഓഫ്സ്പ്രിങ്ങിന്റെ അടുത്ത് മാത്രമുള്ള ചില ഡിഫറൻസസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ വേരിയേഷൻ അഥവാ വ്യതിയാനം എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് നോട്ട് നിങ്ങൾക്ക് ഓണം എക്സാം കമ്മ്യൂണിറ്റിയിലായിരിക്കും വരിക കേട്ടോ. ഇനി ജീൻ ആൻഡ് അലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മളെ ജീൻ അല്ലെ, അല്ലെങ്കിൽ എന്താണ് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ DNA ഒരു ന്യൂക്ലിയോടൈഡിന്റെ ശ്രേണി അഥവാ ഒരു സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ആണ് എന്ത്? നമ്മുടെ ജീൻ എന്ന് പറയുന്നത്. അലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അച്ഛന്റെ കയ്യിൽ നിന്നും ഒരു ജീന് വരും, അമ്മേന്റെ കയ്യിൽ നിന്നും ഒരു ജീന് വരും, ഒരേ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരേ ക്യാരക്ടറിനെ അഥവാ ഒരേ സവിശേഷതയെ നിയന്ത്രിക്കുന്ന ഒന്നിലധികം കോപ്പി നമുക്ക് ഉണ്ടാവും. മിക്കവാറും 2 കോപ്പീസ് ആണ് ഉണ്ടാവുക. അങ്ങനെ കോപ്പി ഓഫ് ജീനുകളെയാണ് നമ്മൾ അലീൽ എന്ന് വിളിക്കുന്നത്. ഇനി ഫീനോടൈപ്പ്, ജീനോടൈപ്പ്. അപ്പൊ ക്യാപിറ്റൽ ടി എന്ന് എഴുതിയാലും ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതിയാലും രണ്ടും എന്താണ്? ടോൾ അഥവാ ഉയരം കൂടിയവരാണ്. അപ്പൊ ഈ ടോൾ നമ്മൾ പുറത്തേക്ക് കാണുന്ന എന്താണോ അതാണ് പ്രകടമാകുന്ന സ്വഭാവമാണ് എന്ത്? ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അകത്തെന്താണ്? ജീൻ എന്താണ്? ക്യാപിറ്റൽ ടി ആണോ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ? സ്മോൾ ടി ആണോ? ഇതാണ് എന്താ? അതിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. മക്കളെ 13ാമത്തെ ചോദ്യം നോക്കിയാൽ മൈലിൻ ഷീത്തിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമ്മോട് ചോദിക്കുക, എൻ്റെ മക്കളെ പേടിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, ചിത്രത്തിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഏതാണ് ചോദിച്ചാൽ എൻ്റെ മക്കൾക്ക് അറിയാം ഇത് എന്താടാ? അത് മൈലിൻ ഷീത്താണ്. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അയ്യോ അവിടെ പോയി. റെഡി. അതെന്താടാ? അത് മൈലിൻ ഷീത്താകുന്നു അല്ലേ? റെഡി. മൈലിൻ ഷീത്താണ് മാഷ്. പിന്നെ എന്ത് ചോദിച്ചിട്ടുള്ളത്? ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിനും സ്പൈനൽ കോഡും ആണ്. അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ, ഈ 2 സിസ്റ്റത്തിനും എങ്ങനെ ഇതിന് മാറ്റം ഉള്ളതെന്നാണ്. എൻ്റെ മക്കൾക്കറിയാം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ അത് ബ്രെയിനും സ്പൈനൽ കോഡും നമ്മുടെ മൈലിൻ ഷീത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒലിഗോഡെൻഡ്രോസൈറ്റുകളും, എന്നാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഇതിന് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ശ്വാൻ കോശങ്ങളും ആകുന്നു. റെഡി. അടുത്ത എന്താ മക്കളെ? റൈറ്റ് 3 ഫങ്ഷൻസ് ഓഫ് പാർട്ട് എക്സ്. എക്സ് എന്ന് പറഞ്ഞ ഭാഗം മൈലിൻ ഷീത്താണ്. ഇതിനെ 4 ഫങ്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. മക്കൾ എന്ത് ചെയ്യുക? ഒരു 3 എഴുതി കൊടുക്കുക. നമ്മൾ ആക്ട് ആസ് ഇൻസുലേറ്ററെ വളർത്തിക്കുന്നു, അതുപോലെ തന്നെ പോഷണങ്ങൾ ന്യൂട്രിയൻസ് എത്തിച്ചു കൊടുക്കുന്നു, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഈ രീതിയിൽ ഒരു 3 എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എഴുതി കൊടുക്കുക. 1.5 മാർക്ക് കിട്ടും കേട്ടോ. റെഡി. അടുത്തതിന് ബി ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. നമ്മുടെ സിനാപ്സിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സിനാപ്സിന്റെ ഫോട്ടോ എടുത്ത് നമ്മൾ ചോദിക്കാടാ, ദ സ്ട്രക്ചർ ഓഫ് സിനാപ്സ് വിച്ച് ഈസ് ഫൗണ്ട് എ ജംഗ്ഷൻ ഓഫ് 2 നെർവ് സെൽസ്. നമുക്ക് 2 നാഡികളുടെ ജംഗ്ഷനിൽ കാണപ്പെടുന്ന ആളാണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താടാ? ഇത് നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യങ്ങൾ വരട്ടെ. റെഡി. പി എന്ന് സൂചിപ്പിക്കുക. പി എന്തിനെ സൂചിപ്പിക്കും? മക്കളെ നോക്കടാ. പി എന്തിനെ? ഫോട്ടോ ഇവിടെ ഒറ്റ മിനിറ്റടാ, നമ്മുടെ ഫോട്ടോ ഇവിടെ. റെഡി. മക്കളെ നോക്കടാ. പി എന്തിനാ സൂചിപ്പിക്കുന്നത്? സിനാപ്റ്റിക് വെസിക്കിൾസുകളല്ലേ. സിനാപ്റ്റിക് വെസിക്കിൾ കാണപ്പെടുന്നത് പ്രീ സിനാപ്റ്റിക് സ്തരത്തിലാണ്. പ്രീ സിനാപ്റ്റിക് സ്തരം എന്ന് കൊടുത്താലും ശരിയാണ്, സിനാപ്റ്റിക് വെസിക്കിൾ എന്ന് കൊടുത്താലും മക്കളെ അത് ശരിയാണ് കേട്ടോ. റെഡി. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ അല്ലെങ്കിൽ പ്രീ സിനാപ്റ്റിക് നോബ് എന്ത് കൊടുത്താലും രണ്ടും ശരിയാണ്. റെഡി. അടുത്ത എന്താടാ? ഇവിടെ കാണുമ്പോൾ രാസവസ്തുക്കളെ പൊതുവായി പേര് എന്താടാ? രാസവസ്തുക്കളെ പേര് ചോദിച്ചാൽ അത് നാഡീയ പ്രേശങ്ങളാണ്, ന്യൂറോ ട്രാൻസ്മിറ്റർ. ബ്ലഡ് അമേരിക്കൻസ് എന്താണ് ഈ പറയുന്നത്? റെഡി. ഇത് തീരുന്നില്ലല്ലോ, വലിയ പേരാ. ശ്രുതി പ്രകാശ് എന്ന് പറഞ്ഞ പോലെ വലിയ പേരാ. റെഡി. ആവയവങ്ങളുടെ ദിശ, വേഗത എന്നിവ നിയന്ത്രിക്കുന്നതിൽ ഇവരുടെ പങ്ക് എന്താണെന്ന് ചോദിച്ചിട്ടുള്ള മക്കളെ, നമുക്കറിയാം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യാറുള്ളത്? അവിടെ തൊട്ടപ്പുറത്ത് കാണുന്ന പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലത്തിൽ കാണുന്ന റിസപ്റ്ററുമായി ബൈൻഡ് ചെയ്തിട്ട് അല്ലേ ഒരു കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ കെമിക്കൽസ് തൊട്ടപ്പുറത്ത് കാണുന്ന റിസപ്റ്റർ ഗ്രാഹികളുമായി ബൈൻഡ് ചെയ്തിട്ടാണ് പിന്നീടുള്ള എന്തുണ്ടാക്കുന്നത്? ഇമ്പൾസുകൾ ഉണ്ടാക്കുന്നത്. ആ കെമിക്കൽസുകളാണ് എന്തിനെ നിയന്ത്രിക്കുന്നത്? വേഗതയും ദിശയും, നമ്മുടെ ഡയറക്ഷനും സ്പീഡിനെയും നിയന്ത്രിക്കുന്നത്. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ കിട്ടും, കമ്മ്യൂണിറ്റിയിൽ കിട്ടും. നമ്മൾ അതിൻ്റെ ജസ്റ്റ് കീ പോയിന്റിൽ മാത്രമേ തരുന്നുള്ളൂ കേട്ടോ. റെഡി. പിന്നെ ചോദിച്ചുള്ളത് ഇൻ
ഹ്യൂമൻസ് ഹൗ ഡസ് ദി പാർട്ട് ഹെൽപ്പ് ഇംപ്രൂവ് ദി എഫിഷ്യൻസി ഓഫ് ബ്രെയിൻ ഫംഗ്ഷൻ. മക്കളെ ഇതിൽ കിടലൻ ചോദ്യം, രണ്ട് ഭാഗങ്ങളെ യോജിപ്പിച്ച ചോദ്യമാണ്. നമ്മൾ ബ്രെയിനിൻ്റെ സിനാപ്സിനെയും ബ്രെയിനിനെയും ഒരുമിച്ച് ചോദിച്ച ചോദ്യമാണ് അല്ലേ. മക്കൾക്ക് അറിയാം സിനാപ്സിൻ്റെ എണ്ണം കൂടുതൽ ഭാഗമാണ് നമ്മളെ നവീന മസ്തിഷ്കം അല്ലെങ്കിൽ നിയോ കോർട്ടക്സ് എന്ന് പറഞ്ഞ ഭാഗത്ത്. റെഡി, മസ്തിഷ്കം. ഈ നവീന മസ്തിഷ്കം ഒരുപാട് ന്യൂറോൺ, നമ്മൾ ടെക്സ്റ്റ് പറയുന്നത് 16 ബില്യൺ ന്യൂറോണുകൾ ഉണ്ട് എന്നാണ്. അപ്പോൾ അത്രത്തോളം തന്നെ എന്തുണ്ട്, ട്രില്യൺ കണക്കിന് ജംഗ്ഷൻസ് ഉണ്ട്, സിനാപ്സുകൾ ഉണ്ട്. അപ്പോൾ സിനാപ്സിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ബ്രെയിനിന്റെ എഫിഷ്യൻസി കൂടുന്നു എന്ന രീതിയിലാണ് എൻ്റെ മക്കൾ ഇതിന്റെ കാര്യക്ഷമത വർദ്ധിക്കുന്ന രീതി. ഇതിന്റെ ആൻസർ സ്പീഡ് കൂടും, യെസ്, പവർ കൂടും, എണ്ണം കൂടും, എല്ലാം കൂടും. റെഡി. അടുത്ത എന്താ മക്കളെ, ക്രോമസോമിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ നിന്നുള്ളതാണ് നമ്മുടെ ശ്രുതി മിസ്. അപ്പോൾ നമ്മുടെ ക്രോമോസോമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേബൽ ചെയ്യാനാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ പി ആരാണ്, നമ്മളുടെ സ്വന്തം ക്രോമാറ്റിഡുകളാണ് കേട്ടോ. പിന്നെ നമ്മളെ ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ നടുക്കത്തെ ഭാഗമായിട്ടുള്ള സെൻട്രോമിയർ. How is the structure shown in the diagram formed by the combination of DNA and protein? നമ്മുടെ DNA-യും പ്രോട്ടീനുകളും കൂടി ചേർന്ന് എങ്ങനെയാണ് ഈ കാണുന്ന രൂപം ഉണ്ടാവുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഒരു 8 എണ്ണം വന്നിട്ട് ഇങ്ങനെ നിരന്ന് നിന്ന് ഒന്നിച്ചൊരു ഇങ്ങനെ ഒരു സ്ട്രക്ചറായി നിൽക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കുക. ഇതിന്റെ ചുറ്റും എന്ത് ചെയ്യും, ഇങ്ങനെ DNA ചുറ്റി നിൽക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കും, യെസ്, ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. ഇങ്ങനെ കുറെ ന്യൂക്ലിയോസോമുകളെ നമ്മൾ വീണ്ടും ചുറ്റി അതിനെ വീണ്ടും ചുറ്റി നമ്മൾ ലാസ്റ്റ് എന്തുണ്ടാക്കും, ക്രോമോസോമിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. വീണ്ടും നമ്മുടെ മഞ്ജിത് സാറിന്റെ മക്കളെ, നമ്മുടെ ന്യൂറോൺ എന്ന ചോദ്യമാണ് മക്കൾ. ഇതിൽ നിന്നൊരു ചോദ്യം വന്നിരുന്നു, ശ്രുതി മിസ് മൊട്ടടിക്കും, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ന്യൂറോണിന്റെ ഭാഗത്തുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ. ന്യൂറോണിന്റെ ചിത്രം റീഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പകർത്തി വരക്കാൻ പറഞ്ഞു. വരക്കാൻ അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടണ്ട, അച്ചടിച്ചാൽ മതി കേട്ടോ. റെഡി. ഒന്നാമത്തെ ചോദ്യം എന്താടാ, ന്യൂറോ ട്രാൻസ്മിറ്റർ അടങ്ങിയിരിക്കുന്ന ഭാഗം നമ്മുടെ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നാഡീയ പ്രേഷങ്ങൾ കാണപ്പെടുന്നത് ഏറ്റവും അവസാനം കാണുന്ന ഈ ഉണ്ടകളിലോട്ടാണ്. ഈ ഉണ്ടകളെ പേരെന്താ, സിനാപ്റ്റിക് നോബുകളാകുന്നു അല്ലെ. അടുത്ത എന്താ, ഷോർട്ട് തിൻ ഫൈബർ ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ ബോഡി. ബോഡിയിൽ നിന്ന് വരുന്ന തിൻ ഫൈബർ, നീളം കുറഞ്ഞ തന്തു, നേർത്ത തന്തുവിനെയാണ് ചോദിച്ചിട്ടുള്ളത് മക്കളെ. നീളം കൂടിയതും നീളം കുറഞ്ഞതും ഉണ്ട് കേട്ടോ, തന്തല്ല തന്തു. റെഡി. നീളം കുറഞ്ഞ തന്തു ഉണ്ട്. ആ നീളം കുറഞ്ഞ തന്തുടാ മക്കളെ, ഇതാണ് അല്ലേ, ഇത് ഡെൻഡ്രൈറ്റുകളാണ്. റെഡി, ഡെൻഡ്രൈറ്റുകളാകുന്നു. റെഡി, സോറി, ഡെൻഡ്രോണുകൾ മക്കളെ, ചെറിയൊരു ഫംഗ്ഷൻ. ഈ ശ്രുതി മിസ്സിന്റെ കോപ്രായം. ഡെൻഡ്രോണുകളാണ്, ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചുകളാണ് ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. റെഡി. അടുത്ത എന്താ, 16ാമത്തെ വീണ്ടും നമ്മൾ കിടിലൻ ചോദ്യമാണ് മക്കളെ. ആർക്കിയോപ്ടെറിക്സ്, ദിനോസർ, കുതിരകൾ, ഇവരൊക്കെ എങ്ങനെയാണ് നമ്മളെ ജീവപരിണാമം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നതിനെ തെളിയിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ദിനോസറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാലം മുന്നേ എന്ത് ചെയ്ത്, ആർക്കിയോപ്ടെറിക്സ് ആദ്യം. ആർക്കിയോപ്ടെറിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പക്ഷികള്, ഉരകങ്ങള്, ഈ രണ്ട് ജീവികൾക്ക് ഇടയിൽ കാണപ്പെടുന്ന ആളാണ് അല്ലേ. അപ്പൊ അത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഉരകങ്ങളിൽ നിന്നാണ്, റെപ്റ്റൈൽസ് നിന്നാണ് ബേർഡ്സ് ഉണ്ടായി വന്നത്. ഒരു ജീവിയൊന്നും പുതിയ ഉണ്ടക്കണ്ണ കുറച്ച് മാറ്റി വെച്ചേക്ക്. ഒരു ജീവി ഒന്നും പുതിയ ജീവി ഉണ്ടായി, അഥവാ എവല്യൂഷൻ സംഭവിച്ചു, പരിണാമം സംഭവിച്ചു എന്നതിനെ തെളിയിക്കുന്നുണ്ട്. അടുത്ത എന്താടാ, ദിനോസറുകളാണ്. ദിനോസറുകൾ പ്രാചീന കാലത്ത് എന്ത് നശിച്ചു പോയ വസ്തുക്കളാണ്, ജീവികളാണ്. നശിച്ചു പോകാനുള്ള കാരണം എന്താ, നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമായിട്ട് വേരിയേഷൻ സംഭവിച്ചു, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അല്ലെ. ആ ഫിറ്റസ്റ്റ് ആവാത്തത് കൊണ്ട് ഇവർ എന്ത് ചെയ്തു, ദിനോസറുകൾ നശിച്ചു പോയി. ഞങ്ങൾ അത്ര ടോപ്പായിട്ട് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എക്സ്റ്റിങ്ക്ട് ചെയ്ത് ദിനോസറുകൾ നമുക്ക് കിട്ടാനുള്ള കാരണം എന്താ, എക്സ്റ്റിങ്ക്ട് ചെയ്ത് പോകാൻ കാരണം ഇവർ പരിണാമം സംഭവിച്ചത് കൊണ്ടാന്ന് ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി കേട്ടോ. റെഡി. അടുത്ത എന്താടാ, ഹോഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രാചീന ഹോഴ്സുകൾ, ആൻഷ്യന്റ് ഹോഴ്സുകളുടെയൊക്കെ കാലം എന്താ, കുട്ടിക്കാലം, ചെറിയ കുള്ളന്മാരൊന്നും ചെറിയ കാലുകളായിരുന്നു. എന്നാൽ കുറേ കാലഘട്ടത്തിന് ശേഷം വലിയ കാലുള്ള ഹോഴ്സുകൾ ഉണ്ടായി. കാരണം എന്താ, അതിൽ നിന്ന് എവല്യൂഷൻ സംഭവിച്ചിട്ട് പുതിയ വലിയ കാലുള്ള ഹോഴ്സുകൾ ഉണ്ടായി എന്നുള്ളതിന്റെ മക്കൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഇത് മൂന്നും എന്തിന്റെ തെളിവാണ്, എവല്യൂഷന്റെ തെളിവുകളാകുന്നു. അടുത്ത കംപ്ലീറ്റ് ദി ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മളെ ചോദ്യമാണ് മക്കളെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, തകരൂല, തളരൂല, പേടിക്കൂല. ബ്രെയിൻ സ്റ്റെം ആണ്, ബ്രെയിനിന്റെ 5 ഭാഗങ്ങളിൽപ്പെട്ട അവസാനത്തെ ഭാഗമാണ് ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെമ്മിന് വീണ്ടും എന്തുണ്ട് മക്കളെ, 3 ഭാഗങ്ങളുണ്ട്. ഒന്നെന്താ, മിഡ് ബ്രെയിൻ ആണ്, പിന്നെ പോൺസ് ആകുന്നു, പിന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ഭാഗമാണ്. മിഡ് ബ്രെയിൻ എന്തിനെ സഹായിക്കുന്നുണ്ട്, നമ്മൾ കേട്ടതും കണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അതിന് അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇവിടെ കൊടുത്തത് എന്താടാ, കണ്ണിന്റെ പുരികങ്ങളുടെ ചലനം. ഇങ്ങോട്ട് നോക്കി. പുരികങ്ങൾ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ആരാണ്, മിഡ് ബ്രെയിൻ ആണ്. റെഡി. അടുത്ത എന്താ, കണ്ണ് ചലിപ്പിക്കാനും കഴിയൂല കേട്ടോ, നേരെ മുന്നോട്ട് മാത്രമേ നോക്കുക. ബുജിലുക്ക് തല അങ്ങനെ തിരിക്കേണ്ടി വരും, റോബോട്ട് പോലെ. റെഡി മക്കൾ. അടുത്ത എന്താ, പോൺസ് ആണ്. പോൺസ് ചിരിക്കൂ.
മക്കളെ ശ്രദ്ധിച്ച് ചിരിച്ചപ്പോ ഇവിടെ മസിൽ എന്ത് ചെയ്തിട്ട് വലിഞ്ഞിട്ടുണ്ട് അല്ലേ? മുഖത്തെ ഇവിടെ മസിൽ. നുണക്കുഴി ഉണ്ട് ഇവിടെ. ഓ ഇവിടെ നല്ല നുണക്കുണ്ട്, അത് വേറെ എന്തോ കുയ്യാണ്, മറ്റേ കുരു പൊട്ടിയിട്ട് കുയ്യാവൂല, അങ്ങനെ എന്തോ അതല്ല. ആയതാണ്. റെഡി പോട്ടെ, മൈൻഡ് ആക്കണ്ട. റെഡി. നമ്മുടെ ഫേസിലെ മസിൽ അതുപോലെ തന്നെ കണ്ണിൽ ഐ മസിൽസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഭാഗമാണ് പോൺസ് എന്ന് പറഞ്ഞാൽ, അഥവാ ചിരിക്കാൻ സഹായിക്കുന്ന ആരെയും ചോദിച്ചാൽ ഉത്തരം എന്ത് പറഞ്ഞു കൊടുക്കണം? പോൺസ്. പോൺസുകളാകുന്നു. അടുത്ത മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറഞ്ഞ ഭാഗം എന്താ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്, അനൈച്ഛിക പ്രവർത്തികൾ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തുമ്മല്, കോര, ഛർദി, പിന്നെ ഹാർട്ട് ബീറ്റ്, ശ്വാസോച്ഛ്വാസം, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? ആ. മെഡുല്ല ഒബ്ലോങ്കേറ്റകളാകുന്നു. ഓക്കേ. റെഡി. അടുത്ത ചോദ്യം. ഞെങ്കിലിന്റെ അതൊക്കെ നമ്മൾ ചോദ്യം. ഓൾറെഡി എഴുതി കഴിഞ്ഞു, ഉത്തരമൊക്കെ എഴുതി കഴിഞ്ഞു. ഞെങ്കിലിന്റെ ചോദ്യം. റെഡി. ആ, ഓക്കേ. തന്നിരിക്കുന്നു, എൻജോയ് ചെയ്തു. യെസ്. അപ്പൊ ഇനി നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്? ഇതാ നമ്മളുടെ ഫുള്ള് ഇങ്ങോട്ട് എടുത്തോളൂ. നമ്മളുടെ സ്വന്തം പ്രോട്ടീൻ സിന്തസിസും അതേപോലെ ക്രോസിംഗ് ഓവറും ആണ് ഇതൊക്കെ. അപ്പൊ ദാ ഇവിടെ നോക്കിയോ, നമുക്ക് തന്നിരിക്കുന്നത് പ്രോട്ടീൻ സിന്തസിസ് അല്ല കേട്ടോ, ന്യൂക്ലിയോടൈഡുകളെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഇല്ലസ്ട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ഈ ഒരു ചിത്രീകരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് എഴുതി വെക്കണം, അത് ന്യൂക്ലിയോടൈഡ് ആകുന്നു. ഓക്കെ. ഇനി എക്സ് എന്ന തന്മാത്രയുടെ ധർമ്മം എന്ത് എന്നാണ് ചോദിച്ചത്. അതായത് നമ്മൾ ഈ ഇഴകൾ ഇങ്ങനെ നിൽക്കുന്നില്ലേ, അപ്പൊ ഇതിന്റെ താഴെ വീണ്ടും അടുത്ത ന്യൂക്ലിയോടൈഡ് ഇങ്ങനെ വരുന്നില്ലേ, അപ്പൊ ഈ ന്യൂക്ലിയോടൈഡുകളെ ഒന്നിച്ച് നിർത്തുന്ന ആളാണ് ആര്? നമ്മുടെ ഫോസ്ഫേറ്റ് തന്മാത്രകൾ എന്ന് പറയുന്നത്. ഇനി വൈ സെഡ് എന്നീ ഘടകങ്ങൾ തിരിച്ചറിയുക. DNA, RNA എന്നിവയിൽ വൈ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ വൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പഞ്ചസാര തന്മാത്ര അഥവാ ഷുഗർ മോളിക്യൂൾ ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ അത് നമുക്ക് DNA-യിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ഡിയോക്സി റൈബോസ് ആണ് അല്ലെ, ഡിയോക്സി റൈബോസ്. ഇനി നമ്മുടെ RNA-യിൽ നോക്കുകയാണെങ്കിൽ അത് റൈബോസ് ആണ്. അപ്പൊ അതാണ് എന്ത് വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? യെസ്. ഓക്കെ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? ക്രോസിംഗ് ഓവർ ആണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ, ക്രോസിംഗ് ഓവർ. ഇനി വിത്ത് സെൽ ഡിവിഷൻ ഡസ് ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ്? ഏത് കോശ വിഭജനത്തിലാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഊനഭംഗം എന്ന് പറയാം. ഓക്കെ, ഊനഭംഗം അഥവാ നമ്മളുടെ മിയോസിസ്. ഓക്കെ, മിയോസിസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഘട്ടം 1, 2 എന്നിവയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തേൽ എന്താണ് നടക്കുന്നത്? ഒരേപോലെയുള്ള നമ്മളുടെ സ്വരൂപ ക്രോമോസോമുകൾ എന്ത് ചെയ്യും? അടുത്ത് വന്ന് നിൽക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ജോഡി ചേരും, പെയറാവും. അപ്പൊ നമ്മൾ അതിന് എന്ത് വിളിക്കും? സമരൂപ ക്രോമോസോമുകൾ. അപ്പൊ അവർ ആ ജോഡി ചെയ്യുമ്പോൾ മുഞ്ചിത് സാറ് ഞാൻ കുറേ കാലം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ട് കാണുമായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഹായ് മുഞ്ചിത് സാർ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ തറവാട്ട് പറഞ്ഞ കുട്ടിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് എന്ത് ചെയ്യും? നമ്മൾ ഹഗ് ചെയ്യും അല്ലെ. അപ്പൊ അതേപോലെ ഇവരും എന്ത് ചെയ്യും? ഇവരിങ്ങനെ ഹഗ് ചെയ്യാണെന്ന് നിങ്ങൾ അങ്ങോട്ട് വിചാരിക്കുക. അപ്പൊ ഈ ഹഗ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൈ ഇങ്ങനെ ക്രോസ് ആവില്ലേ? അപ്പൊ ആ ക്രോസ് ആവുന്ന ഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുക? കയാസ്മ. ഓക്കെ, ആ ക്രോസ് ആവുന്ന ഭാഗത്ത് നിങ്ങൾ വിചാരിക്കുക, ഞാൻ മുഞ്ചിത് സാർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോ എന്തായി? ഞങ്ങളെ കൈ ഇങ്ങനെ ക്രോസ് ആയി. അപ്പൊ ഞാൻ എന്റെ ഈ കൈന്റെ കഷ്ണം ഇങ്ങോട്ട് കൊടുക്കുന്നു, ഈ കൈന്റെ കഷ്ണം എനിക്ക് കിട്ടുന്നു. സുന്ദരമായ കൈ മിസ്സിന് പോയി, മിസ്സിന്റെ ടാറ്റു അടിച്ച ലോക്കൽ കൈ എനിക്ക് കിട്ടും. ടാറ്റു അടിച്ച കിട്ടൂല, ഈ പീസ് ആയിട്ട്. ഓക്കെ, മിസ്സിന്റെ കൈ ഇതുവരെ മിസ്സിന്റെ പഴയ കൈ ആയിരിക്കും. മോതിരം കൂടി കൂട്ടി തരണേ, എന്നാ പിന്നെ മുതലായി. സ്വർണ്ണം തന്നെയല്ലേ? അപ്പൊ ഓക്കെ, അത് മുതലാവും. അപ്പൊ അങ്ങനെ എന്തായി? ഇത് സെപ്പറേറ്റ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേ, മുഞ്ചിത് സാർ ഒരു പീസും എന്റെ ഒരു പീസും, അപ്പൊ അവിടെ പുതിയൊരു പീസായില്ലേ? യെസ്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഈ പറയുന്ന നമ്മളുടെ ക്രോമോസോമിന്റെ പകുതിയും മറ്റേ ക്രോമോസോമിന്റെ പകുതിയും കൂടെ കൂടി ചേരുമ്പോൾ അവിടെ പുതിയ ജീനുകൾ ഉണ്ടാകും. അതാണ് വേരിയേഷൻ അഥവാ വ്യതിയാനത്തിന് കാരണമാകുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ ഒരു ഹാർട്ട് ഇമോജി അല്ലെങ്കിൽ ഒരു ഫയർ ഇമോജി കമന്റ് ചെയ്യുക. ഓക്കെ.